നമ്മൾ അടുത്തതായിട്ട് റിവൈസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് സ്ക്യൂനെസ്. അപ്പോൾ എന്താണ് സ്ക്യൂനെസ് എന്ന് നോക്കാം. സ്ക്യൂനെസ് മീൻസ് ലാക്ക് ഓഫ് സിമെട്രി. സിമെട്രി ഇല്ലാത്തൊരവസ്ഥേനെയാണ് നമ്മൾ സ്ക്യൂനെസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സിമെട്രി എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു ഫ്രീക്വൻസി ഡാറ്റ അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴാണ് നമ്മൾ സിമെട്രിക് ആണ് എന്ന് പറയാൻ നോക്കാം. അതായത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. അതിൽ നമുക്ക് ഡാറ്റ വാല്യൂസ് എക്സ് വാല്യൂസും ഉണ്ടാവും, അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ്സുകളും ഫ്രീക്വൻസി ആണെച്ചാൽ ക്ലാസ്സുകളുടെ മിഡ് വാല്യൂസ് ആയിട്ട് നമ്മൾ എക്സിന് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ആ ഗ്രാഫിൻ്റെ എക്സ് ആക്സസിൽ നമ്മൾ എക്സ് വാല്യൂസ് എടുക്കുകയും വൈ ആക്സസ് ഫ്രീക്വൻസികളെ നമ്മൾ മാർക്കുകയും ചെയ്യും. എന്നിട്ട് ഓരോ എക്സ് വാല്യൂവിന് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസിനെ പ്ലോട്ട് ചെയ്തിട്ട് നമ്മളവരെ ഒരു സ്മൂത്ത് കേവ് കൊണ്ട് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന കേവിന് നമ്മൾ ഫ്രീക്വൻസി കേവ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫ്രീക്വൻസി കേവ് വരച്ചു കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഫ്രീക്വൻസി കേവ് വരച്ചു കഴിഞ്ഞാൽ ആ കേവ് ഒരു സിമെട്രിക് ആയിട്ടുള്ളൊരു കേവാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം ദ കറസ്പോണ്ടിങ് ഡാറ്റ ഈസ് സിമെട്രിക്. കേവ് സിമെട്രിക് ആവുക എന്ന് പറയുന്നത് എപ്പോഴാണ്? ആ കേവിൻ്റെ മിഡിലായിട്ട് നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ സ്ട്രേറ്റ് ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കേവ് ഉണ്ടല്ലോ, അത് ഒന്നും മറ്റൊന്നിൻ്റെ മിറർ ഇമേജ് പോലെ ഉണ്ടാവണം അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മിഡിൽ നിന്ന് നമ്മളിവരെ പാർട്ടീഷൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൻ്റെ മിറർ ഇമേജ് പോലെ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയും ദ കേവ് ഈസ് സിമെട്രിക്. ഈ സിമെട്രി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പറയുക സ്ക്യൂനെസ് എന്ന്. അപ്പോൾ എല്ലാ ഡാറ്റകളും ഇതേമാതിരി സിമെട്രിക് ആയിട്ടുള്ള ഡാറ്റ ആവണം എന്നില്ല. എല്ലാ ഡാറ്റേനെയും പ്ലോട്ട് ചെയ്ത് അതേമാതിരി സിമെട്രിക് ആയിട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ ഈ സിമെട്രി നഷ്ടപ്പെട്ടിട്ട് ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക, ഗ്രാഫായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ സൈഡിലായിരിക്കും കുറേ വാല്യൂസ് അധികം ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ചിലപ്പം മറ്റേ സൈഡിലേക്കായിരിക്കും കുറേ വാല്യൂസ് അധികമായിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേവുകൾ കിട്ടുന്നതെങ്കിൽ നമ്മൾ പറയും ദ ഫ്രീക്വൻസി ഡാറ്റ അവർ ഡാറ്റ ഈസ് സ്ക്യൂഡ് എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. അപ്പം സിമെട്രിക് ആയിട്ടുള്ള ഡാറ്റയാണെങ്കിൽ നമുക്കത് ഇതേപോലത്തെ ഒരു ഫ്രീക്വൻസി കേവാണ് കിട്ടുന്നത്. എന്നാൽ ഡാറ്റ സ്ക്യൂഡ് ആണെങ്കിൽ രണ്ട് തരം സ്ക്യൂനെസ് നമുക്ക് പറയാം. ഇതിനെ നമ്മൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയും. ഈ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റയിൽ ആ ഡാറ്റയുടെ മിഡിൽ പോർഷനിൽ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു ലോങ് ടെയിൽ ഉണ്ട്. നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പിലുള്ളൊരു കേവാണ് കിട്ടുക. അതിനെ മിഡിലിൽ വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ലോങ് ടെയിൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ മിഡിലിൽ വെച്ചിട്ട് ലൈൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകും. അപ്പോൾ ഒരു സിമെട്രിക് ഡാറ്റയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഫ് എ ഡാറ്റ ഈസ് സിമെട്രിക് നമുക്ക് പറയാം അതിൻ്റെ മീനും മീഡിയനും മോഡും തുല്യമായിരിക്കും. മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ്. എന്നാൽ ഡാറ്റ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ ഇവർ തുല്യമായിരിക്കില്ല. ആ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റയുടെ കേസിൽ മീൻ വിൽ ബി ഗ്രേറ്റർ ദാൻ മീഡിയൻ, ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ മോഡ്. പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റയുടെ സ്ഥിതി ഇതാണ്. ആൻഡ് ഫോർ എ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റ മീൻ വിൽ ബി ലെസ് ദാൻ മീഡിയൻ ആൻഡ് ഇറ്റ് വിൽ ബി ലെസ് ദാൻ മോഡ്. ഇങ്ങനെയാണ് സ്ക്യൂനെസ് വരുമ്പം ഡാറ്റയുടെ മീനും മീഡിയനും മോഡിനും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതിൻ്റെ വാല്യൂസ് മീനായിരിക്കും പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റയിൽ ഏറ്റവും വലുത്, നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റയിൽ മോഡായിരിക്കും ഏറ്റവും വലുത് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ക്യൂനെസ്സിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് സ്ക്യൂനെസ് മെഷർ ചെയ്യുന്നത് എന്ന് നോക്കാം. മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്. നമ്മൾ ആദ്യം നോക്കുന്നത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. അപ്പോൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിനെ SKP കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സ്ക്യൂനെസ്സിനാണ് SK, P എന്ന് പറയുന്നത് പിയേഴ്സൺ. അപ്പോൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് SKP ഇസ് ഈക്വൽ ടു, അതിന് നമുക്ക് ഇറ്റ് ക്യാൻ ഐദർ ബി റിട്ടൺ ആസ് മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് നമുക്ക് എഴുതാം. മീൻ ഒന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എർത്തമാറ്റിക് മീനാണ്. അപ്പോൾ എർത്തമാറ്റിക് മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ മീഡിയൻ ആണ് തന്നതെങ്കിൽ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് 3 times മീൻ മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം ഈ വാല്യൂസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കും. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ നോക്കിയിട്ട്, ഇപ്പോൾ വാല്യൂ 0 ആണ് വരുന്നതെങ്കിൽ SKP കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ 0 ആണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം അവർ ഡാറ്റ ഈസ് സിമെട്രിക് ഡാറ്റ. SKP 0 ആണ്, അതായത് സ്ക്യൂനെസ് ഇല്ല എന്നാണ് അർത്ഥം. എന്നാൽ SKPയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയും.
and if skp is less than 0, our data is negatively skewed എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. അപ്പോൾ ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ക്വാർട്ടൈൽസിൻ്റെ ബേസിസിലുള്ള ഒരു മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ്. ക്വാർട്ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. അപ്പം ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് SKB that is equal to Q3 plus Q1 minus 2Q2 divided by Q3 minus Q1. ഇതാണ് ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്, where Q1 is the first quartile, Q2 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടൈൽ വിച്ച് ഇസ് എ മീഡിയൻ, ആൻഡ് Q3 is the തേർഡ് ക്വാർട്ടൈൽ. അപ്പോൾ 3 ക്വാർട്ടൈൽസ് അറിയുമെങ്കിൽ ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൊമെൻറ്റ്സ്. അത് β1 എന്ന് പറഞ്ഞ ഒരു കോഎഫിഷ്യൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ സ്ക്യൂനെസ്സിനെ മെഷർ ചെയ്യും. β1 is equal to μ3 സ്ക്വയർ ഡിവൈഡഡ് ബൈ μ2 ക്യൂബ്. ഇവിടെ μ2 എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ μ2 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ ഡാറ്റ എക്സ് വാല്യൂസ് ഉണ്ടെങ്കിൽ എക്സ് ബാർ കണ്ടുപിടിക്കുന്നു, എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ അതിൻ്റെ സമ്മ് കാണുന്നു, n കൊണ്ട് ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡാറ്റയാണെങ്കിൽ സമ്മേഷൻ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ ക്യാപിറ്റൽ N. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ μ2 എന്ന് പറയുന്നത് സെക്കൻഡ് സെൻട്രൽ മൂവ്മെൻ്റ് ആണ്. സെക്കൻഡ് സെൻട്രൽ മൂവ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കും. അതുമാതിരി μ3 എന്ന് പറയുന്നത്, μ3 എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു 3 ബൈ n ആണ്. അതായത് ഈ 2 എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ പവർ 2 വരുന്നു, 3 എന്ന് പറയുമ്പോൾ പവർ 3 വരുന്നു. അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി ഡാറ്റയാണെങ്കിൽ സമ്മേഷൻ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹോൾ ക്യൂബ് ബൈ ക്യാപിറ്റൽ. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ μ3 കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. μ3 സ്ക്വയർ ബൈ μ2 ക്യൂബ് കൊടുക്കുമ്പോൾ നമുക്ക് β1 കിട്ടും. ദാറ്റ് ഈസ് എ മെഷർ ഓഫ് സ്ക്യൂനെസ്. ഓർ ഒരു മെഷർ ഓഫ് സ്ക്യൂനെസ് കൂടിയുണ്ട് γ1 വിച്ച് ഇസ് റൂട്ട് ഓഫ് β1. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ക്യൂനെസ് മെഷർ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന കൺസെപ്റ്റാണ് കർട്ടോസിസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് കർട്ടോസിസ്? കർട്ടോസിസ് മെഷേഴ്സ് ദ പീക്ക്നെസ് ഓഫ് ദി കർവ് ഓഫ് ദി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേർവ് വരയ്ക്കുന്നത് കണ്ടു. എക്സ് ആക്സസിൽ എക്സ് വാല്യൂസും വൈ ആക്സസിൽ ഫ്രീക്വൻസികളും കൊടുത്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു കേർവാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേർവ് അല്ലെങ്കിൽ ഫ്രീക്വൻസി കേർവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം പീക്ഡ് ആണ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണ് എന്നുള്ള കാര്യമാണ് നമ്മുടെ കർട്ടോസിസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ കർട്ടോസിസ് നമ്മളിപ്പോൾ ഒരു കേർവ് വരച്ചു കഴിഞ്ഞാൽ അതൊരു വല്ലാതെ പീക്ഡും അല്ല വല്ലാതെ ഫ്ലാറ്റും അല്ലാത്തൊരു കേർവാണ് കിട്ടുന്നതെങ്കിൽ, അതായത് ഈ റെഡ് കളറിൽ ഞാൻ വരച്ചിരിക്കുന്ന കേർവ്, അപ്പോൾ നമ്മൾ പറയും ദ കേർവ് ഈസ് മെസോകർട്ടിക്. എന്താ പറയുന്നത്? നൈദർ ടു പീക്ഡ് നോർ ടു ഫ്ലാറ്റ്. അങ്ങനെയുള്ളൊരു കേർവിനെ നമ്മൾ പറയുന്നത് മെസോകർട്ടിക് കേർവ് എന്ന് പറയും, ഓർ ഇറ്റ് ഈസ് എ നോർമൽ കേർവ് എന്ന് പറയും. നോർമൽ കേർവ് ഓർ മെസോകർട്ടിക് കേർവ് എന്ന് പറയും. എന്നാൽ ഈ മെസോകർട്ടിക് കേർവിനെക്കാട്ടും കൂടുതൽ പീക്ഡ് ആയിട്ടുള്ള കേർവ്, അതായത് ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്ന കേർവ്, അപ്പം ഇഫ് എ കേർവ് ഈസ് മോർ പീക്ഡ് ദാൻ ദ മെസോകർട്ടിക് കേർവ് ഇറ്റ് ഈസ് കോൾഡ് ലെപ്റ്റോകർട്ടിക് കേർവ്. ലെപ്റ്റോകർട്ടിക് കേർവ് എന്നാണ് പറയുന്നത്. എന്നാൽ മെസോകർട്ടിക് കേർവിനെക്കാട്ടും ഫ്ലാറ്റ് ആയിട്ടുള്ള കേർവ്, ഗ്രീൻ കളറിലുള്ള കേർവ് അല്ലേ, അതിന് ഞാൻ പ്ലാറ്റികർട്ടിക് കേർവ് എന്നാണ് പറയുന്നത്. അപ്പോൾ കർട്ടോസിസ് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മൾക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അത് റെപ്രസെൻ്റ് ചെയ്യുന്ന കേർവ് മെസോകർട്ടിക് ആണോ, അതായത് വല്ലാതെ പീക്ഡും അല്ല വല്ലാതെ ഫ്ലാറ്റും അല്ലാത്ത കേർവാണോ, അല്ലെങ്കിൽ ലെപ്റ്റോകർട്ടിക് കേർവാണോ, പീക്ഡ് ആയിട്ടുള്ള കേർവാണോ, അല്ലെങ്കിൽ പ്ലാറ്റികർട്ടിക് ആണോ, ഫ്ലാറ്റ് ആയിട്ട് വരുന്ന കേർവാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ കർട്ടോസിസ് മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കർട്ടോസിസ് മെഷർ ചെയ്യുന്നത്? കർട്ടോസിസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൊമെൻസിൻ്റെ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. β2 എന്ന് പറയുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കർട്ടോസിസ്. β2 is equal to μ4 divided by μ2 സ്ക്വയർ. ഈ ഫോർമുലയാണ് β2-നുള്ളത്. അപ്പോൾ μ2 എന്താണ് നമ്മൾ നേരത്തെ കണ്ടു. സാധാരണ ഒരു ഡാറ്റയാണെങ്കിൽ എക്സ് വാല്യൂസ് മാത്രമുള്ള ഡാറ്റയാണെങ്കിൽ μ2 ഈസ് സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n. അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡാറ്റയാണെങ്കിൽ സമ്മേഷൻ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ ക്യാപിറ്റൽ. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ μ2 കാൽക്കുലേറ്റ് ചെയ്യും. അതുമാതിരി μ4
അപ്പോൾ μ4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പവർ 4 എടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു 4 ബൈ എൻ എന്നുള്ള ഫോർമുലയാണ്. വെറും റോ ഡാറ്റയാണെങ്കിൽ നമ്മൾ μ4 കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഫ്രീക്വൻസി ഡാറ്റയാണെങ്കിൽ സമ്മേഷൻ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു 4 ബൈ ക്യാപിറ്റൽ എൻ. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ β2 കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ β2ൻ്റെ വാല്യൂ നോക്കിയിട്ട്, ഇപ്പോൾ β2 0 ആണെങ്കിൽ, β2 3 ആണെങ്കിൽ നമ്മൾ പറയും അവർ കർവ് ഈസ് മെസോകർട്ടിക്. ഇവിടെ 3 ആണ് നോക്കുന്നത്. β2 3 ആണെങ്കിൽ നമ്മൾ പറയും നമ്മൾ കർവ് മെസോകർട്ടിക് ആണ് എന്ന്. എന്നാൽ β2 ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ നമ്മൾ കർവ് ലെപ്റ്റോകർട്ടിക് ആയിരിക്കും. ദ കർവ് ഈസ് ലെപ്റ്റോകർട്ടിക്. ആൻഡ് β2 ലെസ് ദാൻ 3 ആണെച്ചാൽ അവർ കർവ് വിൽ ബി പ്ലാറ്റികർട്ടിക്. പ്ലാറ്റികർട്ടിക്. ഇതാണ് ഒരു മെഷർ ഓഫ് കർട്ടോസിസ്. മറ്റൊരു മെഷർ ഓഫ് കർട്ടോസിസ് ഉണ്ട് γ2. γ2 എന്ന് പറയുന്നത് β2 മൈനസ് 3 ആണ്. അപ്പോൾ β2 നമുക്കറിയാലോ μ4 ഡിവൈഡ് ബൈ μ2². അതിൽ നിന്ന് -3 ചെയ്താൽ കിട്ടുന്നതാണ് γ2. അപ്പോൾ ഇത് രണ്ടുമാണ് കർട്ടോസിസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് കോഎഫിഷ്യൻറ്റുകൾ.